പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വതന്ത്ര സ്വയം സഹായ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തി രാവിലെ മധുരം പകർന്നു എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര ജവാന്മാർ, അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ദിവസം രാവിലെ തന്നെ ഇവിടെ ആരംഭിച്ചു. ഇവിടെ നമ്മുടെ തോട്ടത്തിൽ വന്ന എല്ലാ അംഗങ്ങളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രാവിലെ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. മുട്ടൊക്കെ നല്ല വലുതായി വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാത്തിലും മുട്ട് വന്നിരിക്കുകയാണ്. എല്ലാ ബ്രാഞ്ചസിലുമൊക്കെ പൂ വിരിയുന്ന ഒരു ഇത് വന്നിരിക്കുകയാണ്. അത് വളരെയേറെ സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് ഇങ്ങനൊരു സംരംഭം നമ്മൾ തുടങ്ങി ഇത്തരത്തിലെത്തിയപ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ കരുത്തും പോസിറ്റീവാണ് ഞങ്ങൾക്ക് തരുന്നത്. എന്ന് വെച്ചാൽ ഇനിയും നമുക്ക് കൃഷി ചെയ്യാനുള്ള ആ ഒരു ത്വര അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തെങ്കിലും നമ്മുടെ പ്രസിഡന്റ് ശ്രീ ബാബുരാജാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്നത്തെ സ്വാതന്ത്ര്യദിന കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്തെങ്കിലും വളരെ ഏറെ അഭിമാനകരമായ ഈ ഒരു കാഴ്ചയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ ചെടികൾക്കൊക്കെ അതിൻ്റെ വേണ്ട വിധം ഉള്ള പരിചരണങ്ങൾ അത് ദൈനംദിനം നടത്തുന്നതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് ഇതേപോലുള്ള റിസൾട്ട് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ ഏത് കാര്യത്തിനും നമ്മളെ സംബന്ധിച്ചോളം അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ, അതിൽ കഷ്ടപ്പെടാനായിട്ട് നമ്മൾ തയ്യാറായാൽ അത് വളരെയേറെ നമുക്ക് തിരിച്ചു ഫലം തരും. നമ്മൾ ഈ ഒരു സംരംഭം പ്രഥമ സംരംഭമാണ്. നമുക്ക് ഇതേപോലെ തിരിച്ച് ഒരു റിസൾട്ട് കിട്ടി വരുന്നു. എന്തെങ്കിലും ഇനിയിപ്പോൾ 1 മാസം കൂടി ഉണ്ട് നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വിളവെടുപ്പ് നടത്താൻ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ മുട്ട് വിരിയും. അപ്പോൾ ആദ്യത്തെ മുട്ടുകൾ നമ്മളെപ്പോഴും കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെന്തെങ്കിലും ഇന്നോ നാളെയോ ആ മുട്ട് കട്ട് ചെയ്ത് മാറ്റും. ബാക്കി വരുന്ന മുട്ടുകളാണ് നമുക്ക് ഓണത്തിന് വേണ്ടി പൂക്കളായിട്ട് മാറ്റുന്നത്. എന്തെങ്കിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് സ്വതന്ത്ര സംഘത്തിന് വേണ്ടി സംഘടനാ സെക്രട്ടറി പ്രമോദ് പോഞ്ഞിക്കര.